ഗുഡ് ഈവനിംഗ്, നമസ്കാരം. പ്രിയ പ്രേക്ഷകർക്ക് ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ആദ്യം പോകുന്നത് നമ്മുടെ അയൽ രാജ്യത്തേക്കാണ്, ബംഗ്ലാദേശിലേക്കാണ്. കലുഷിതമായൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു ഇടക്കാല സർക്കാർ നിലവിൽ വന്നിരിക്കുകയാണ്. ബംഗ്ലാദേശിന്റെ ഭാവിയെക്കുറിച്ചാണ്. ദാവൂദ് സർ, അവിടെ ഒരു ഇടക്കാല സർക്കാർ അധികാരമേറ്റിരിക്കുന്നു. മുന്നിൽ ഒരുപാട് വെല്ലുവിളികളുണ്ട്. കലുഷിതമായൊരു അന്തരീക്ഷം ഉള്ളിടത്ത് നിന്ന് എല്ലാം സാധാരണ നിലയിലേക്ക് എത്തിക്കണം. സാമ്പത്തിക അരക്ഷിതാവസ്ഥയുണ്ട്, തൊഴിലില്ലായ്മയുണ്ട്, അങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്തണം, അങ്ങനെ ഒരുപാട് കടമ്പകളുണ്ട്. എന്താണ് ബംഗ്ലാദേശിന്റെ ഭാവി? നമുക്ക് രശ്മി, ഈ ഇടക്കാല സർക്കാർ എന്ന് പറയുന്നത് ബംഗ്ലാദേശിൻ്റെ ഭരണഘടനയിലുള്ള ഒരു സംഗതിയാണ്. CTG, കെയർ ടേക്കർ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഭരണഘടനാ പ്രൊവിഷനാണ്. എന്ന് പറഞ്ഞാൽ ഒരു പാർലമെൻറ്റിൻ്റെ കാലാവധി കഴിഞ്ഞ് തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ആ തിരഞ്ഞെടുപ്പ് കാലത്ത് ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന സംവിധാനത്തിനാണ് ഈ CTG എന്ന് പറയുന്നത്, കെയർ ടേക്കർ ഗവൺമെൻറ്. അപ്പോൾ ആ ഒരു കെയർ ടേക്കർ ഗവൺമെൻറ്റാണ് ഇപ്പോൾ മുഹമ്മദ് യൂനുസിൻ്റെ നേതൃത്വത്തിൽ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ അതിനകത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഭരണഘടനാപരമായിട്ട് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉണ്ടാവില്ല. ഇപ്പോൾ ഇന്നലെ ഫോം ചെയ്ത 16 അംഗ ഈ കെയർടേക്കർ ഗവൺമെൻറ്റിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളില്ല. പ്രൈം മിനിസ്റ്റർക്ക് പകരം ചീഫ് അഡ്വൈസർ എന്നാണ് പറയുക, മിനിസ്റ്റേഴ്സിന് പകരം അഡ്വൈസർ എന്നുള്ളതാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമേഷൻ, അതിൻ്റെ ഒരു കോമ്പോസിഷൻ ഉണ്ടല്ലോ, ഇപ്പം രൂപീകരിച്ചിരിക്കുന്ന ഇൻ്ററിം ഗവൺമെൻറ് കോമ്പോസിഷൻ വളരെ ആവേശം നൽകുന്ന ഒരു കോമ്പോസിഷനാണ്. 84 വയസ്സുള്ള ഈ മുഹമ്മദ് യൂനുസാണ് അതിനെ നയിക്കുന്നത്. അദ്ദേഹം അന്താരാഷ്ട്ര പ്രസിദ്ധനാണ്, നൊബേൽ ലിറേറ്റാണ്, പ്രസിദ്ധനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. ബംഗ്ലാദേശിലെ പാവപ്പെട്ട മനുഷ്യരുടെ അവരുടെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ്. 84-കാരനായ അദ്ദേഹം നയിക്കുന്ന ആ ഗവൺമെൻറ്റിൽ 26 വയസ്സായിട്ടുള്ള 2 വിദ്യാർത്ഥി നേതാക്കളുണ്ട്. ഈ നിഹാദ് ഇസ്ലാമും ആസിഫ് അഹമ്മദും. അവർ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ മുൻനിരയിലുണ്ടായിരുന്ന ഡക്ക യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളാണ്. അങ്ങനൊരു കോമ്പോസിഷനുണ്ട്. പിന്നെ അവിടുത്തെ നമുക്ക് 16 അംഗ മന്ത്രിസഭയിൽ 5 പേർ സ്ത്രീകളാണ്. ആ സ്ത്രീകളെന്ന് പറയുമ്പോൾ ഈ പറയുന്ന വനിതാ ശാക്തീകരണ പ്രവർത്തനങ്ങളിൽ, വനിതാ അവകാശ പോരാട്ടങ്ങളിലൊക്കെ സജീവമായ പങ്കുവഹിച്ചിട്ടുള്ള ആളുകളാണ്. അക്കാഡമിക് ആയിട്ടുള്ള ആളുകളുണ്ട്, ബുദ്ധിജീവികളുണ്ട്, പരിസ്ഥിതി പ്രവർത്തകരുണ്ട്. അങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബാങ്കിങ് സെക്ടറിലുള്ള ആളുകളുണ്ട്, കോർപ്പറേറ്റ് സെക്ടറിലുള്ള ആളുകളുണ്ട്, മുൻ വിദേശകാര്യ സെക്രട്ടറി ഉണ്ട്. അതിനേക്കാളൊക്കെ എന്നെ അത്ഭുതപ്പെടുന്ന കാര്യം ഈ ഹസീനയുടെ പുറത്തു പോകലിനും ഇൻ്ററിം ഗവൺമെൻറ് രൂപീകരണത്തിനും പ്രധാന പങ്ക് വഹിച്ച ഒരു കൂട്ടരാണ് സൈന്യം എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഭീതി സൈന്യത്തിന് വലിയ പ്രാധാന്യമുള്ള ഒരു മന്ത്രിസഭയായിരിക്കും അല്ലെങ്കിൽ ഒരു സംവിധാനമായിരിക്കും വരിക എന്നുള്ളതായിരുന്നു. സൈന്യത്തിൽ നിന്ന് ആരുമില്ല. ഒരു ബ്രിഗേഡിയർ ജനറൽ ഷഫാഖത്ത് ഹുസൈൻ മാത്രമാണുള്ളത്. പക്ഷെ അദ്ദേഹം ഒരു സൈന്യത്തിൻ്റെ പ്രതിനിധി എന്ന് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം ഇലക്ഷൻ കമ്മീഷനിലുണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹം ഒരു അക്കാഡമി കൂടിയാണ്. ഡസൻ കണക്കിന് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്. നിരവധി ദേശീയവും അന്തർദേശീയവും മാധ്യമങ്ങളിൽ കോളമിസ്റ്റ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒരു സൈന്യത്തിൻ്റെ പ്രതിനിധി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ സൈന്യത്തിൻ്റെ പിടിയിലുള്ള ഒരു സർക്കാരായിരിക്കും വരിക എന്ന് ആശങ്കിക്കപ്പെട്ടിരുന്നു. അങ്ങനെയുമല്ല, അതൊരു സിവിലിയൻ ഗവൺമെൻറ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സമൂഹത്തിൻ്റെ ക്രോസ് സെക്ഷൻസിൽ നിന്ന് എല്ലാ ഭാഗത്തു നിന്നും ആളുകളുണ്ട്. 16 അംഗ മന്ത്രിസഭയിൽ ന്യൂനപക്ഷ വിഭാഗം 2 പേരുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ പ്രത്യേകമായി മനസ്സിലാക്കണം. ഹിന്ദു വിഭാഗത്തിൽ നിന്ന് ഒരാളുണ്ട്. ഹിന്ദുക്കൾ 8% ബംഗ്ലാദേശിലുള്ളത്. അതേപോലെ അവിടുത്തെ ഈ ചിറ്റഗോങ് ഹിൽ ട്രാക്സ് എന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട്. ഈ മലനിരകളാണ് ചിറ്റഗോങ്ങിൽ. അവിടെ താമസിക്കുന്ന ട്രൈബൽസാണ് ചക്മകൾ എന്ന് പറയുന്നത്. ബംഗ്ലാദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗോത്ര വിഭാഗമാണ്. ചക്മ വിഭാഗത്തിൽപ്പെട്ട ഒരാളുണ്ട്. മതപരമായി അദ്ദേഹം ബുദ്ധമത അനുയായിക്കാനാണ് സാധ്യത. കാരണം പൊതുവെ ചക്മകൾ ബുദ്ധമത അനുയായികളാണ്. അപ്പം ഇവിടെ നിന്നിട്ട് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ ഉൾക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്ന ആളുകൾ 15% മുസ്ലിങ്ങളുള്ള ഒരു രാജ്യത്ത് ഒരു മുസ്ലിം മന്ത്രി പോലും ഇല്ലാത്ത ഈ രാജ്യത്ത് നിന്നാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്, മനസ്സിലാക്കണം. അവിടെ 2 ന്യൂനപക്ഷ പ്രതിനിധികൾ ഉണ്ട്. 16 അംഗ മന്ത്രിസഭയിൽ 2 ന്യൂനപക്ഷ പ്രതിനിധികളുണ്ട്, 5 സ്ത്രീ പ്രതിനിധികളുണ്ട്. ആ നിലക്ക് നോക്കുമ്പോൾ ഒരു മികച്ച കോമ്പോസിഷനാണ് അതിനകത്തുള്ളത് നമ്മൾ കാണാം. ഇനി ഉള്ളത് ഈ മന്ത്രിസഭ രൂപപ്പെട്ട് നമുക്കറിയാം, വലിയ പ്രക്ഷോഭത്തെ തുടർന്നാണ് ഈ മന്ത്രിസഭ പ്രൈം മിനിസ്റ്റർ ഷെയ്ഖ് ഹസീന പോകുന്നതും ഈ പുതിയ മന്ത്രിസഭ വരുന്നതും. അപ്പോൾ ആ പ്രക്ഷോഭം എന്ന് പറയുന്നത് നമ്മുടെ ഈ പുതിയ കാലത്ത് രൂപപ്പെട്ട ഒരു രാഷ്ട്രീയ സമ്പർക്കമുണ്ട്. എന്താണെന്ന് വെച്ചാൽ മൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്ന ജനസഞ്ചയ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട്. എന്നുവെച്ചാൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും ഒത്തുചേർന്ന്
നടത്തുന്ന വലിയ രാഷ്ട്രീയ മുന്നേറ്റം, അതാണ് മൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്ന ജനസഞ്ചയ രാഷ്ട്രീയത്തിൻ്റെ ഒരു കാഴ്ച എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും മനോഹരമായ ദൃശ്യം നമ്മൾ കാണുന്നത് അറബ് സ്പ്രിങ്ങിൻ്റെ സമയത്താണ്. വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ഇസ്ലാമിസ്റ്റുകൾ, കമ്മ്യൂണിസ്റ്റുകൾ, സോഷ്യലിസ്റ്റുകൾ, ഫെമിനിസ്റ്റുകൾ ഇവരെല്ലാം ചേർന്ന് ഏകാധിപത്യ ഭരണകൂടത്തിനെതിരെ നടത്തിയ പ്രക്ഷോഭം അറബ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. ഏതാണ്ട് സമാനമായ അനുഭവമാണ് ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടുള്ളത്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും ഈ പറയുന്ന ഷെയ്ഖ് ഹസീനയുടെ 15 വർഷത്തെ സ്വേച്ഛാധിപത്യത്തിനെതിരായിട്ട് തെരുവിലിറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഹസീനയുടെ അവാമി പാർട്ടിയും അവിടുത്തെ ഇടതുപക്ഷ പാർട്ടിയായ ബംഗ്ലാദേശ് വർക്കേഴ്സ് പാർട്ടിയും മാത്രമാണ് ഈ പറയുന്ന ഭരണകൂടത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു ജനങ്ങളുടെ ജനകീയ ഇച്ഛയുടെ വിജയം എന്നുള്ള നിലക്കാണ് ബംഗ്ലാദേശിലെ ഈ സർക്കാരിൻ്റെ പുറത്തു പോകലിനെയും പുതിയ സർക്കാരിൻ്റെ രൂപീകരണത്തെയും ലോകമെങ്ങും കാണുന്നത്. അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത, അതിൽ ഖിന്നരായിട്ട് ലോകത്ത് 2 കൂട്ടരേ ഉള്ളൂ. അത് ഇന്ത്യയിലെ സംഘപരിവാരവും ഇടതുപക്ഷവുമാണ്. വലിയ തമാശയാണത്. ബംഗ്ലാദേശ് വർക്കേഴ്സ് പാർട്ടി ഹസീന വാജിദിൻ്റെ ഗ്രാൻഡ് അലയൻസിൻ്റെ ഭാഗമായിരുന്നു. അവരുടെ മന്ത്രിസഭയിൽ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ബംഗ്ലാദേശ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ വേറൊരു ഇടതുപക്ഷ പാർട്ടിയുണ്ട്. അവർ ഹസീന വാജിദിനെതിരായ നിലപാടാണ് സ്വീകരിച്ചത്. അവർക്ക് പാർലമെൻറ്റിൽ വലിയ പ്രാതിനിധ്യമൊന്നുമില്ല. ബംഗ്ലാദേശിലെ പാർലമെൻ്ററി ലെഫ്റ്റ് എന്ന് പറയുന്നത് വർക്കേഴ്സ് പാർട്ടിയാണ്. പക്ഷേ ഇന്ത്യയിലെ ഇടതുപക്ഷം, പ്രത്യേകിച്ച് ഈ ഇടതുപക്ഷ സൈബർ ബുദ്ധിജീവികളൊക്കെ ഭയങ്കര ഖിന്നരായിക്കൊണ്ട് ഹസീന വാജിദിന് വേണ്ടി സംസാരിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അവർ അങ്ങനെ ഇതാകാൻ കാരണം എനിക്ക് തോന്നുന്നത്, ഒന്ന് അവിടുത്തെ ഇടതുപക്ഷം ഹസീന വാജിദിൻ്റെ കൂടെ ഉണ്ട്, ഷെയ്ഖ് ഹസീനയുടെ കൂടെ ഉണ്ടെന്നായിരിക്കും ഒരു കാരണം. രണ്ടാമത് ഇത് ജമാഅത്തെ ഇസ്ലാമിക്കാർ നടത്തിയ ഒരു വിപ്ലവമാണ് എന്ന ഒരു തെറ്റിദ്ധാരണ നമ്മുടെ പ്രത്യേകിച്ച് ഇന്ത്യൻ മാധ്യമങ്ങളിൽ വ്യാപകമായിട്ടുണ്ട്. നമുക്ക് ഈ പുതിയ ഡിസ്പെൻസേഷനിൽ പുതിയ മന്ത്രിസഭയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധികൾ ആരുമില്ല, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ആരുമില്ല. അത് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ആ ബംഗ്ലാദേശിലെ ജനങ്ങളുടെ ഒരു വികാരത്തെ, അതിനെ ഉൾക്കൊള്ളുവാൻ, അതിനെ മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു വിശകലനത്തിൽ നിന്നാണ് നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷം ഈ ഒരു നിലപാട് എത്തിയതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇതിൽ കൗതുകകരമായുള്ളൊരു ഘടകം, ഈ പുതിയ ഇൻ്റർം മന്ത്രിസഭ രംഗത്ത് രൂപപ്പെട്ടപ്പോൾ അതിൽ ഹിഫാസത്തെ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടൊരു മതസംഘടനയുണ്ട്. ഹിഫാസത്തെ ഇസ്ലാമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ട്രിനൽ ഇസ്ലാം ഫോളോ ചെയ്യുന്ന, വളരെ യാഥാസ്ഥികമായിട്ടുള്ള ഇസ്ലാമിക സമീപനം വെച്ച് പുലർത്തുന്ന, താലിബാനോടൊക്കെ സിമ്പതൈസ് ചെയ്യുന്ന ഒരു സംഘടനയാണ്. അതിൻ്റെ പ്രതിനിധി ഈ മന്ത്രിസഭയിലുണ്ട്. ഈ പറയുന്ന വഖഫിൻ്റെ കാര്യമാണ് അദ്ദേഹത്തിന് ചുമതലയായിട്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതേക്കുറിച്ച് ഇവരാരും ഒന്നും സംസാരിക്കുന്നത് കാണില്ല. അത് എഗൈൻ ഒരു കൗതുകകരമായിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീപക്ഷ നേതാവായിട്ടുള്ള വനിതാ ആക്ടിവിസ്റ്റ് മന്ത്രിസഭയിലിരിക്കുന്നു, ഹിഫാസത്തെ ഇസ്ലാമിൻ്റെ പ്രതിനിധിയും മന്ത്രിസഭയിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 2 എക്സ്ട്രീം നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളാണ്. ആ നിലക്കുള്ള ഒരു കോമ്പോസിഷൻ അതിൻ്റെ മനോഹാരിതയാണ്. അപ്പം എനിക്ക് 3 മാസം കൊണ്ട് തിരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ളതാണ് പറയപ്പെടുന്നത്. എന്നുവെച്ചാൽ ഭരണഘടനാ പ്രകാരം മിനിമം 3 മാസമാണ് ഇൻ്ററിം ഗവൺമെൻറ്റിന് അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ ഡോക്ട്രിൻ ഓഫ് നെസസിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സംഗതി കൂടെ ബംഗ്ലാദേശ് ഭരണഘടനയിലുണ്ട്. എന്ന് പറഞ്ഞാൽ അനിവാര്യമായ സാഹചര്യത്തിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. പ്രസിഡൻ്റാണ് അത് തീരുമാനിക്കുന്നത്. 3 മാസം കൊണ്ട് തിരഞ്ഞെടുപ്പ് നടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇത് മറ്റൊരു സംവിധാനമായി മാറുമോ എന്നുള്ളത് ആശങ്കിക്കാവുന്നൊരു കാര്യമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് അവിടുത്തെ ഇപ്പോഴത്തെ ഈ പ്രക്ഷോഭത്തിൻ്റെ ഒരു ടെമ്പോ, വിദ്യാർത്ഥികളുടെ പ്രാതിനിധ്യം, മന്ത്രിസഭയുടെ പ്രാതിനിധ്യം, ഇതൊക്കെ കണ്ടിട്ട് 3 മാസം കൊണ്ട് കഴിഞ്ഞില്ലെങ്കിലും 9 മാസം കൊണ്ടെങ്കിലും 150 ദിവസം കൊണ്ടെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്ത് തന്നെയാലും ജനങ്ങളുടെ ഇച്ഛയാൽ നടന്നിട്ടുള്ളൊരു ഭരണമാറ്റമാണ്. ഭരണമാറ്റം മാത്രമല്ല, സംവിധാനങ്ങളുടെ മാറ്റം വരെ, കാഴ്ചപ്പാടുകളുടെ മാറ്റം വരെ അവിടെ സംഭവിക്കുന്നതെന്നാണ് തോന്നുന്നത്. കാരണം വ്യാപകമായി ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ പ്രതിമകൾ തകർക്കപ്പെടുന്നു. ഷെയ്ഖ് മുജീബുർ റഹ്മാനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെല്ലാം അടയാളങ്ങളും ബിന്ദുക്കളുണ്ടോ അതെല്ലാം പ്രക്ഷോഭകാരികൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയൊരു ബംഗ്ലാദേശ് എന്നുള്ളൊരു കാഴ്ചപ്പാട് രൂപപ്പെടും എന്നാണ് തോന്നുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതാണ് ഞാൻ പറയാൻ വിചാരിക്കുന്ന കാര്യം. ഇന്ത്യ വളരെ അപകടകരമായിട്ടുള്ള, വളരെ മോശം കളിയാണ് ഇതിൽ കളിച്ചുകൊണ്ടിരുന്നത്. കാരണം ഒരു രാജ്യം, ഇന്ത്യയുടെ വളരെ പ്രിയപ്പെട്ട രാജ്യമാണ് ബംഗ്ലാദേശ്. ഇന്ത്യ നമ്മളായിട്ട് ദീർഘമായ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്. ഒരു രാജ്യം അതിൻ്റെ ഡിപ്ലോമസി തീരുമാനിക്കേണ്ട എങ്ങനെയാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. മറ്റൊരു രാജ്യത്തെ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ മാറ്റങ്ങൾക്കനുസരിച്ചാണോ നമ്മുടെ ഫോറിൻ റിലേഷൻ, നമ്മുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻ ഉണ്ടാവേണ്ടതെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു രാജ്യവും സ്വീകരിക്കില്ല അങ്ങനെ ഒരു സമീപനം. അപ്പം ദേശീയ താല്പര്യങ്ങളാണ് എല്ലാവരും മുൻനിർത്തുക. ഒരു കരിയർ ഡിപ്ലോമാറ്റായിട്ടുള്ള ജയശങ്കർ വിദേശകാര്യ വകുപ്പിന് നേതൃത്വം കൊടുക്കുമ്പോൾ അങ്ങനെ സംഭവിക്കാനേ പാടില്ല. കാരണം അദ്ദേഹത്തിന് ഇതേക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. പക്ഷേ ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യയിൽ അഭയം നൽകുക വഴി ഇന്ത്യ എന്താണ് ചെയ്യുന്നത്?
ആ പ്രക്ഷോഭകാരികളുടെ എതിർപക്ഷത്ത് ഇന്ത്യ നിൽക്കുകയാണ്. അവിടുത്തെ സുപ്രീം കോർട്ട് ബാർ അസോസിയേഷൻ പ്രമേയം പാസ്സാക്കി കഴിഞ്ഞു ഹസീനയെ തിരിച്ചു തരണം എന്ന് പറഞ്ഞിട്ട്. അവിടെ ഇപ്പോൾ രൂപം കൊണ്ട സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവരുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന ഒരാൾക്ക് അഭയം നൽകുന്ന രാജ്യമാണ് ഇന്ത്യ നിൽക്കുന്നത്. അതൊരു തരം എന്തുകൊണ്ടാണ് അവരെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഘ് പരിവാർ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ അതൊരു നല്ല ഡിപ്ലോമസി അല്ല. ഈ ഒരു പ്രശ്നം രാഷ്ട്രീയമായ, ഇപ്പം നേരത്തെ അഫ്ഗാനിൽ ഭരണമാറ്റം ഉണ്ടായപ്പം ഇതേ സമീപനം പടിഞ്ഞാറൻ മാധ്യമങ്ങളുണ്ടാകുന്ന നെറേറ്റീവിനനുസരിച്ച് BJPയുടെ രാഷ്ട്രീയത്തിനനുസരിച്ച് ഇന്ത്യ നിലപാട് സ്വീകരിച്ചു. അവസാനം എന്താ ഉണ്ടായത്? അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് ചൈനയുടെ ഒരു കോർട്ട്യാർഡായി മാറി, ചൈന ഇറങ്ങിക്കളിക്കുന്നൊരു പ്രദേശമായി മാറി. ഈ പറയുന്ന രാഷ്ട്രീയ ആഖ്യാനങ്ങൾ, രാഷ്ട്രീയമായ മുൻഗണനകൾ മാറ്റിവെച്ച് ഡിപ്ലോമസിയുടെ വഴിക്ക് വിടാനുള്ള ഒരു സന്നദ്ധത ഇന്ത്യ കാണിച്ചില്ലെങ്കിൽ ഇന്ത്യക്ക് നഷ്ടമായിരിക്കും സംഭവിക്കാൻ പോകുന്നത് കൂടെ ഈ വിഷയത്തിൽ പറയാൻ. അജിംസിന് എന്താണ് തോന്നുന്നത്? എന്താണ് ബംഗ്ലാദേശിന് ഒരു രാഷ്ട്രീയ ഭാവി ഇനി അങ്ങോട്ട്? അല്ല, ബംഗ്ലാദേശിന് അടിയന്തരമായി ഒരു രാഷ്ട്രീയ ഭാവി ഉണ്ടാവണം. അടിയന്തരമായ രാഷ്ട്രീയ ഭാവി എന്ന് പറഞ്ഞാൽ ഒന്ന്, ഇപ്പോൾ അവിടെ വയലൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ വയലൻസ് അടിയന്തരമായി സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അടിയന്തരമായി 3 മാസം 6 മാസം എന്ന് പറഞ്ഞ കാലാവധി പറഞ്ഞല്ലോ ഈ ഇടക്കാല ഗവൺമെൻറ്. അപ്പോൾ ഈ 3 മാസത്തിനുള്ളിൽ വയലൻസ് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ടത് ചില ഗിമ്മിക്കുകളെങ്കിലും കാണിച്ചിരിക്കുന്നതാണ്. ഒന്ന്, അവിടുത്തെ ഇൻഫ്ലേഷൻ, ഹൈ ഇൻഫ്ലേഷനാണ്. ജനങ്ങൾ അതിൽ പൊറുതിമുട്ടിട്ടാണ് ഈ സമരം ചെയ്യുന്നത്. അല്ലാണ്ട് മുജീബ് റഹ്മാനോടോ ഷെയ്ഖ് ഹസീനോടോ മാത്രം വിരോധത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ റിസർവേഷൻ മാത്രമൊന്നുമല്ല അവിടെ പ്രശ്നം. അതിരൂക്ഷമായ വിലക്കയറ്റം അവിടെ, അവരുടെ റിസർവ് താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, ഫോറിൻ റിസർവ്. അപ്പോൾ ഈ 2 പ്രശ്നം മുന്നിൽ വെച്ചുകൊണ്ടാണ് ആളുകളുടെ ജീവിതം ദുരിതത്തിലാണ്. അപ്പോൾ അതിനൊരു വളരെ പെട്ടെന്ന് ഒരു 3 മാസത്തിനുള്ള 6 മാസത്തിനുള്ള എന്തെങ്കിലും ഒരു പരിഹാരം ആ ഇടക്കാല സർക്കാർ ഉണ്ടാക്കിയേ പറ്റൂ. രണ്ടാമത്തെ കാര്യം, ഈ വിദ്യാർത്ഥി പ്രക്ഷോഭർ ചൂണ്ടിക്കാട്ടുന്ന കാര്യം 3 മാസത്തിലോ 6 മാസത്തിലോ തിരഞ്ഞെടുപ്പ് നടക്കട്ടെ. പക്ഷേ ഈ 3 മാസത്തിലോ 6 മാസത്തിലും തിരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളതല്ല, നിലവിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ വെച്ചുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് സാധ്യമാവരുത്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വന്ന് പുതിയൊരു സർക്കാർ വന്നാലും തിരിച്ചു വരുന്നത് പഴയ സ്വേച്ഛാധിപത്യം തന്നെയായിരിക്കും. കാരണം കോടതി മുതൽ പോലീസ് മുതൽ സൈന്യം മുതൽ എല്ലാ, ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഏതാണ്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന അതേ കാര്യം തന്നെ. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ഈ എന്താണ് പറയുക, ക്ലീനപ്പ് ചെയ്യണം. ആ ക്ലീനപ്പ് ചെയ്ത് ഉടച്ചു വാർത്തതിന് ശേഷം മാത്രം തെരഞ്ഞെടുപ്പ് വേണം. ധൃതി പിടിച്ച് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതില്ല എന്നാണ് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭകരുടെ ആവശ്യം. കാരണം ഇനി ഒരു ബംഗ്ലാദേശ്, പഴയ ബംഗ്ലാദേശിൻ്റെ ഒരു ചരിത്ര നക്ഷലിൽ മനസ്സിലാക്കി നമുക്ക് മനസ്സിലാവും. ഒന്ന്, ആ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടാകുന്ന ഒരൊറ്റ പാർട്ടിയാണ് ഉണ്ടാകുന്നത്, അവാമി ലീഗ്. ഇപ്പോൾ ഇന്ത്യയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെ അവിടുത്തെ അവാമി ലീഗാണ്. അപ്പോൾ ഈ അവാമി ലീഗിന് ഒരു എതിരാളി ഉണ്ടാവുക എന്നുള്ളത് അനിവാര്യമാണ്. ഏത് രാജ്യത്തും ഒരൊറ്റ പാർട്ടിയായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഈ ഖാലിദാസിയുടെ ഭർത്താവായിരുന്ന സിയാവുർ റഹ്മാൻ, അദ്ദേഹം ഒരു മിലിറ്ററി ഓഫീസറായിരുന്നു. അദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കി. അപ്പോൾ ഈ പാർട്ടിയുടെ ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ, ഏത് പാർട്ടിക്കും ഒരു പാർട്ടി ആദ്യം ഉണ്ടാകുമ്പോൾ ഒരു ഐഡിയോളജിയെല്ലാം ഉണ്ടാവുക. ഇദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കി, പിന്നീട് ഐഡിയോളജി ഉണ്ടാവുക. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അതിലേക്ക് ഈ പറയുന്ന നാഷണലിസ്റ്റുകൾ, കമ്മ്യൂണിസ്റ്റുകൾ, മറ്റു പുരോഗമനവാദികൾ, ഇസ്ലാമിസ്റ്റുകൾ, മതവാദികൾ, അങ്ങനെ പലതരത്തിലുള്ള ആളുകൾ വന്നിട്ടാണ്. അതിൻ്റെ ഫൗണ്ടിങ് ലീഡേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കി നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. പലതരം ആൾക്കാരാണ്, പല ഐഡിയോളജിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ടാക്കിയ ഒരു പാർട്ടിക്ക് അതിന് ആദ്യം ഒരു ഐഡിയോളജി ഇല്ല, അതിനുശേഷം അതൊരു ഐഡിയോളജിയായി മാറുകയാണ്. ഒരർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ബംഗ്ലാദേശിൻ്റെ ജനസംഖ്യ, ഇപ്പോൾ ദാവൂദ് പറഞ്ഞല്ലോ മൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞല്ലോ, ബംഗ്ലാദേശിൻ്റെ ഒരു കൾച്ചർ, അതിൻ്റെ ഒരു പൊളിറ്റിക്സ്, അതിൻ്റെ സംസ്കാരം, ഇതെല്ലാം ഉൾച്ചേർന്ന് അതിൻ്റെ ജനങ്ങൾ, ഇതെല്ലാ അർത്ഥത്തിലും ഉൾച്ചേർന്ന ഒരു പാർട്ടിയാണ് BNP. അവാമി ലീഗ് കുറേ കൂടി എന്താണ് പുരോഗമന സ്വഭാവമുള്ള ഒരു മോഡേൺ ഔട്ട്ലുക്കുള്ള പാർട്ടിയാണെങ്കിൽ BNP അങ്ങനെയല്ല. BNP അങ്ങനെ പ്രത്യേകിച്ച് ഐഡിയോളജി ഇല്ലയെന്ന് മാത്രമല്ല, ബംഗ്ലാദേശിൻ്റെ തനതായ അവരുടെ ഒരു സംസ്കാരം പേർന്ന, അതിലുള്ള എല്ലാവരെയും റെപ്രസെൻ്റ് ചെയ്യുന്ന എന്ന ഒരു ഐഡിയോളജിയും ഇല്ലാത്തൊരു പാർട്ടിയാണ് BNP. അപ്പോൾ ഇവർ 2 പാർട്ടികളും തമ്മിലുള്ള എന്താണ് പോര്, ഇവർ 2 പാർട്ടികൾ തമ്മിലല്ല, ആ 2 പാർട്ടികളുടെ എന്താണ് ഡിക്റ്റേറ്റേഴ്സ് എന്ന പോലുള്ള 2 ലീഡേഴ്സ് തമ്മിലുള്ള ഖാലിദാസിയും ഷെയ്ഖ് ഹസീന, എന്താണ് ബാറ്റിൽ ഓഫ് ബീഗം എന്നാണ് അതിനെ അറിയപ്പെടുക. 90കളുടെ തുടക്കം മുതൽ പിന്നീട് നമ്മൾ കാണുന്നത് ഈ 2 സ്ത്രീകൾ തമ്മിലുള്ള പോരാട്ടമാണ് ആ പാർട്ടികളുടെ പോരാട്ടമായി മാറുന്നത്. അപ്പം ഇനിയിപ്പോൾ ഷെയ്ഖ് ഹസീന പോയി കഴിഞ്ഞാൽ ഷെയ്ഖ് ഹസീനയ്ക്ക് ഇനി എങ്ങോട്ട് പോകാൻ കഴിയും? ഇപ്പോൾ ലണ്ടനിലേക്ക് അവർ പോകുമെന്നാണ് കരുതിയിരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ അവർ അഭയം തേടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി അതൊരു ട്രാൻസിഷന് വേണ്ടി വന്നതാണ്. അവർക്ക് ഇവിടുന്ന് പോകാൻ കഴിയുന്നില്ല. അവർ ഗാസിയാബാദിൽ നിൽക്കുന്നു. ഗാസിയാബാദിൽ നിന്നത് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങി, 30,000 രൂപയുടെ സാധനം വാങ്ങി, പൈസ ഇല്ലാണ്ടായി എന്നൊക്കെ പറയുന്നു, പണമില്ല കയ്യിൽ. അപ്പോൾ അവരൊരു പ്രതിസന്ധിയിലാണ്. അവർക്ക് ലണ്ടനിലേക്കാണ് പോകുന്നത്. പക്ഷേ ലണ്ടന് വേറെ പ്രത്യേകതയുണ്ട്. ഖാലിദാസിയെ അപ്പം ഏതാണ്ട് ആരോഗ്യം പൂർണ്ണമായും ക്ഷയിച്ച ഒരാളാണ്, 78 വയസ്സായി. അവരിനി ആ പാർട്ടിയുടെ തലപ്പത്തേക്ക് തിരിച്ചു വരില്ല. അവരുടെ മൂത്ത മകൻ താരിഖ് റഹ്മാൻ, അയാളാണ് ഇപ്പോൾ ഈ പാർട്ടി നയിക്കുന്നത്. അയാൾ ലണ്ടനിൽ രാഷ്ട്രീയ അഭയം പ്രാപിച്ചിരിക്കുകയാണ് കഴിഞ്ഞ 10 വർഷമായിട്ട്. കാരണം ഖാലിദാസിയെതിരെയും ഈ താരിഖ് റഹ്മാനെതിരെയും കേസെടുത്തിട്ട് ഖാലിദാസിയെ ജയിലിലടച്ച് അവർ ഹൗസ് അറസ്റ്റിലായിരുന്നു. അപ്പോൾ ഈ താരിഖ് റഹ്മാൻ തിരിച്ചു വരാൻ കഴിഞ്ഞാൽ, അയാൾ തിരിച്ചു വരുമോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. അയാൾ തിരിച്ചു വന്നാലാണ് ഈ BNP ചലിച്ചു തുടങ്ങുക വീണ്ടും.
ഇപ്പോൾ BNP അവാമി ലീഗും തന്നെയാണ് ഇപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി. നമ്മളിവിടെ കേരളത്തിലേക്ക് ഇരുന്ന് ലേഖനം എഴുതും, അവരൊന്നും അല്ല അവിടെ മൊത്തം തീവ്രവാദികളാണ്, അവരാണ് അവിടെ രാഷ്ട്രീയം. അങ്ങനെയല്ല, അവാമി ലീഗും BNP തന്നെയാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലേയേഴ്സ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള രണ്ട് പാർട്ടികൾ, ഇപ്പോഴും അവർ തന്നെയാണ്. ഇപ്പോൾ ഈ ഇടക്കാല സർക്കാർ കഴിഞ്ഞ അവരൊരു പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് വരുവാണെങ്കിൽ പ്രധാനപ്പെട്ട ഇലക്ഷൻ പോരാട്ടം നടക്കാൻ പോകുന്ന ഈ രണ്ട് പാർട്ടികൾ തമ്മിലാണ്. അവർക്ക് അലയൻസ് ഉണ്ടാവും, അവർ പല പാർട്ടികളായിട്ട് അലയൻസ് ഉണ്ടാവും, പക്ഷേ ഇവരാണ് പ്രധാനപ്പെട്ട പ്ലേയേഴ്സ്. BNPക്ക് ചലിക്കാൻ കഴിയുമെങ്കിൽ താരിഖ് റഹ്മാൻ തിരിച്ചു വരണം. ഖാലിദാസിക്ക് ഇപ്പോൾ ചലിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്, അവർ പലവിധ അസുഖങ്ങളിലാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ അയാൾ തിരിച്ചു വരുമോ എന്നുള്ളതാണ്. ഇനി അവാമി ലീഗിനെ ആര് നയിക്കുമെന്നുള്ളതാണ്. ഷെയ്ഖ് ഹസീനയ്ക്ക് ബംഗ്ലാദേശിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്ക് ട്രയൽ നേരിടേണ്ടി വരും. പലതരത്തിലുള്ള കേസുകൾ അവർക്ക് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അവാമി ലീഗിനെ ആര് നയിക്കും? ഈ BNPക്ക് വേണ്ടി താരിഖ് റഹ്മാൻ തിരിച്ചു വരുമോ? ഈ ബംഗ്ലാദേശിൻ്റെ പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ വരുന്ന മാറ്റം, ആ മാറ്റം ഉണ്ടായിട്ട് തെരഞ്ഞെടുപ്പിൽ പോകുമെന്നാണ് ഞാൻ കരുതുന്നത്. അതല്ലെങ്കിൽ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം വീണ്ടും പ്രക്ഷോഭത്തിനിറങ്ങും. അതൊരു വലിയൊരു ക്വസ്റ്റ്യനാണ്. അങ്ങനെയെങ്കിൽ ഈ പാർട്ടികൾ അതനുസരിച്ച് മാറുമോ എന്നുള്ളതാണ്. ഈ രണ്ട് പാർട്ടികൾ ഇവർ ശീലിച്ചു പോകുന്ന ഒരു രാഷ്ട്രീയമുണ്ട് കഴിഞ്ഞ ഇത്രയും നാളായിട്ട്. ആ ശീലിച്ചു പോകുന്ന രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച പാർട്ടികളാണ്. കറപ്ഷൻ ഉണ്ട്, അത് രണ്ട് പാർട്ടികളും അഴിമതിയുണ്ട്. നമ്മൾ ഈ വെസ്റ്റ് ബംഗാളിൽ കാണുന്ന പോലുള്ള കടുത്ത വയലൻസ് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ബംഗ്ലാദേശ്. ഇപ്പോൾ ഈ രണ്ട് നേതാക്കൾക്കെതിരെയും ഗ്രനേഡ് ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഖാലിദാസിക്കെതിരെയും ഷെയ്ഖ് ഹസീനയ്ക്കെതിരെയും. രണ്ടുപേരും രക്ഷപ്പെട്ടതാണ്. പരസ്പരം രാഷ്ട്രീയ കൊലപാതകങ്ങൾ, പൊളിറ്റിക്കൽ വയലൻസിന് വേദിയാവുന്ന സ്ഥലം കൂടിയാണ് ബംഗ്ലാദേശ്. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ എസ്റ്റാബ്ലിഷ്മെൻറ്റുകളിലും വരുന്ന മാറ്റം അനുസരിച്ച് ഈ പാർട്ടികൾ എങ്ങനെ മാറും എന്നുള്ളതുകൂടി ബംഗ്ലാദേശിൻ്റെ ഭാവിയിലെ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. തീർച്ചയായും അത്തരം സങ്കീർണമായ സാഹചര്യം ഇപ്പോഴുമുണ്ട്. കാര്യങ്ങളെല്ലാം എളുപ്പമായി എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. മുന്നിൽ ഒരുപാട് കടമ്പകളുണ്ട്. അതിൽ ഇപ്പോൾ അജിംസ് സൂചിപ്പിച്ചതുപോലെ വിലക്കയറ്റം, സാമ്പത്തിക രക്ഷാവസ്ഥ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മുന്നിൽ നിൽക്കുന്നു. അതുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വളരെ പെട്ടെന്ന് പോവുക എന്നത് സാധ്യമല്ല. മുന്നിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്.